ഓ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണെന്ന്. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ചോദിക്കണം വെച്ചൊരു ചോദ്യമുണ്ടേ. ചോദിക്കുന്നത് വിട്ടിട്ടായിരിക്കാം, ഞാൻ ചെയ്യാത്തോണ്ടായിരിക്കാം. ഈ ബുദ്ധി എങ്ങനെ കിട്ടി? രണ്ടുത്തരമുണ്ട്. അതിൽ ആദ്യത്തെ ഉത്തരം ആദ്യം പറയാം. ഞാൻ ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നേവിയിൽ NCC അറിയില്ലേ? ഞാനുണ്ടായിരുന്നു NCC സ്കൗട്ട്സിലോ ഗേഡ്സിലോ ഇല്ല. അപ്പോൾ NCC ഉണ്ടായിരുന്നു നേവിയിൽ. പരേഡിനൊന്നും പോകാറില്ല. ഈ പുട്ടും മുട്ടയും ഒക്കെ അടിച്ച് അവിടെ സിക്കൊക്കെ അടിച്ചിരിക്കും. പക്ഷെ 6 മണി വരെ അവിടെ ഇരിക്കണം. ഇരുന്ന് കഴിയുമ്പോൾ നേന്ത്രപ്പഴവും മുട്ടയൊക്കെ കിട്ടും. ഇത് കഴിഞ്ഞിട്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ശ്രീകുമാർ തിയേറ്ററിന് മുന്നിലുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് വേണം, കരമനായിരുന്നു വീട്, ബസ് കയറിപ്പോവാൻ. അപ്പോൾ പരേഡുള്ള ദിവസം വൈകുന്നേരം 6 മണിയാവും. ഒരു ദിവസം വൈകുന്നേരം അവിടെ ചെന്ന് അന്നൊരു വലിയ മരമുണ്ട് അവിടെ ശ്രീകുമാർ തിയേറ്ററിന് മുമ്പിൽ. ആ മരച്ചുവട്ടിലാണ് നിൽക്കുന്നത്. അന്ന് വലിയ ആളുകളൊന്നും ഇല്ലായിരുന്നു. അവിടെ നിന്ന് കുറച്ച് നോക്കിയപ്പോൾ ഒരു മാരേജിനൊക്കെ പ്രസൻറ്റേഷൻ പൊതിഞ്ഞുകൊണ്ട് വന്ന പേപ്പറില്ലേ പണ്ടത്തെ ആ ഗിൽറ്റൊക്കെ ഉള്ള ആ പേപ്പറിൽ പൊതിഞ്ഞൊരു ബോക്സ് അവിടെ ഇരിപ്പുണ്ട്. അപ്പോഴത്തെ ഒരു ആവേശത്തിന് അത് കയ്യിലെടുത്തു. എടുത്തു കഴിഞ്ഞ കുട്ടിയല്ലേ, എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇത് നമ്മുടെ അല്ല എന്നുള്ളൊരു ഭയമായത്. പക്ഷെ അപ്പോഴേക്കും ആളുകളൊക്കെ ബസ് സ്റ്റാൻഡിൽ വന്നു. പിന്നെ തിരിച്ചവിടെ വയ്ക്കാനും വയ്യ. ബസ്സിൽ കയറി വീട്ടിൽ പോയി. ഇത് കയ്യിലുണ്ട്. ഞാൻ വീട്ടിൽ വെച്ചു, മുറിയിൽ വെച്ചു. അമ്മയച്ഛനൊക്കെ, അമ്മ ജീവിച്ചിരിക്കുന്ന സമയം, അച്ഛനുള്ള സമയം, ജീവിച്ചിരിക്കുന്ന സമയം. അപ്പോൾ ഇവരുള്ളപ്പോൾ തുറക്കാനും പേടി. എനിക്ക് ആകെ ടെൻഷനായിപ്പോയി. ശനിയാഴ്ച ആയപ്പോൾ ഞാൻ കാത്തിരുന്നു. ഒരു മഴയുണ്ട ശനിയാഴ്ചയായിരുന്നു. നല്ല ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചനേരമായപ്പോൾ ഞാൻ മുറിയിൽ പോയിട്ട് അലമാര തുറന്നു. ആ ഗിൽറ്റ് പേപ്പർ പെട്ടി അങ്ങ് അഴിച്ചു. കംപ്ലീറ്റ് ബുദ്ധിയായിരുന്നു. ഇത്ര ഉണ്ടായിരുന്നു. സത്യം. കുടിച്ചോ? ഇത്രയും വലിയ കാര്യം പറഞ്ഞു. ചായ വേണോ? വേണ്ട. ചൂടുവെള്ളം വേണോ? വേണ്ട. അപ്പൊ അടുത്ത ബുദ്ധി, രണ്ടാമത്തെ ബുദ്ധി, ഞാൻ ബുദ്ധിയില്ലാത്ത ഒരാളാണ്. അറിവിനെയാണ്, ഓർമ്മയാണ് അതിന് ബുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, അതൊക്കെ ഓർമ്മിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ലാത്ത വളരെ സാധാരണക്കാരനായ ഒരാളാണ് ഞാൻ. എന്തൊരു ജാടയാന്ന് നോക്കി ചോദിച്ചപ്പോൾ. അല്ല, സത്യം. ഈ ലോകത്തിലെ പ്രശസ്തരായ 60 കോടി ആളുകളുണ്ട്. എൻ്റെ തലച്ചോറിൽ ആകപ്പാടുള്ള 2,60,00,000 പേരാണുള്ളത്. അറിഞ്ഞുകൂടാത്തത് 2.5 കോടി പേരുണ്ട്. ബാക്കി 57.5 കോടി പേരെ എനിക്കറിയില്ല. എന്നെക്കാൾ കൂടുതൽ അറിയാവുന്ന ഒരുപാട് പേര് അതുണ്ട്. ഇല്ല എന്നല്ല, ഇവിടെ ഒരു 5 പേര് ഓർത്തിരിക്കാൻ പാടില്ല. 2.5 കോടി അല്ല, ഇതിൻ്റെ എത്രയോ ഇരട്ടി അറിയാവുന്ന എത്രയോ ആളുകൾ നമ്മുടെ സാധാരണക്കാരുടെ കൂട്ടത്തിലുണ്ട്. എനിക്ക് 20 വർഷങ്ങൾക്ക് മുൻപ്, 25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അവസരം കിട്ടി. ആ അവസരത്തിലൂടെ ശ്രദ്ധേയനായി എന്നതുകൊണ്ട് മാത്രം മലയാളികളുടെ മുന്നിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. എന്നെക്കാൾ കൂടുതൽ അറിവുള്ള, എന്നെക്കാൾ കൂടുതൽ പദസമ്പത്തുള്ള, എന്നെക്കാൾ കൂടുതൽ സംഭാഷണ പാഠവുമുള്ള, എന്നെക്കാൾ കൂടുതൽ ആഴത്തിൽ കാര്യങ്ങൾ അപഗ്രഥിക്കാനുള്ള താല്പര്യവും ആർജവവുമുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് അവസരം കിട്ടാത്തത് കൊണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയി. ശരിക്കും ഞാൻ ചോദിച്ച പ്രദീപിന്റെ കുഞ്ഞുനാൾ മുതലേ ഭയങ്കരമായിട്ട് ബുക്ക് വായിച്ച് അങ്ങനെ ഒക്കെ ആണോ ഈ അറിവ് നേടിയെടുത്തത്? അമ്മയും അച്ഛനും ഒക്കെ അധ്യാപകരായിരുന്നു. അമ്മ വിദ്യാഭ്യാസ വകുപ്പിൽ ഇവാലുവേഷൻ ഓഫീസറൊക്കെ ആയിരുന്നു. മരിച്ചു ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അച്ഛൻ ഹെഡ് മാസ്റ്ററായിരുന്നു, DO ആയിരുന്നു. അച്ഛനും മരിച്ചു കഴിഞ്ഞ വർഷം. ഇവർ ഈ സ്കൂൾ കാലഘട്ടങ്ങളിൽ സ്കൂൾ ലൈബ്രറി പർച്ചേസ് നടത്തുന്നത് മാർച്ചിലാണ്. ജൂണിലെ സ്കൂളിലേക്ക് പുസ്തകം കൊണ്ടുപോകും. അപ്പോൾ മധ്യവേനൽ അവധിക്കാലത്ത് 12,000 പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളും ഞാനും തമ്മിലുള്ള ഒരു സമ്പർക്കം ഉണ്ടായിരുന്നു. ആദ്യം ഇവർ അതിൽ തന്നെ ഒരു 5-6 പുസ്തകം കൊച്ചുകുട്ടികൾ വായിക്കേണ്ടെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കും. നമ്മൾ ആദ്യം അത് തന്നെ എടുത്ത് വായിക്കും. അപ്പോൾ അങ്ങനെ വായനയോടൊരു താല്പര്യം ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. പുസ്തകങ്ങളുടെ മണം വലിയ ഇഷ്ടമാണ്. പേരമരച്ചുവടുകളിൽ നിന്ന് കുട്ടികൾ കമ്പ്യൂട്ടറിലേക്ക് ഒഴിഞ്ഞു പോകുമ്പോൾ പുസ്തകങ്ങൾ നമുക്ക് തരുന്നത് വല്ലാത്തൊരു കാര്യമാണ്. ഈ ഇരട്ടവാലൻ പുഴു തിന്നു തീർത്താലും 30 വർഷം കഴിഞ്ഞാലും സ്കൂളിലെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നോക്കിയാൽ ഇതിലെ 2ാമത്തെ വരിയിൽ ഇതായി മുടി 2 വശത്ത് ചികഞ്ഞിട്ട് നിൽക്കുന്നില്ലേ മോനെ, ഇതാണ് അമ്മ എന്ന് എനിക്കിപ്പോഴും പറയാൻ കഴിയും. അത് കറക്റ്റാ അല്ലേ? ഇന്നലത്തെ പത്രത്തിൽ വായിച്ചത് മറന്നാലും. കാരണം ഓർമ്മകൾക്ക് ആഴമുണ്ട്, അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓർമ്മകളുടെ ആഴക്കടലുകളിലെ സ്വർണ്ണ മത്സ്യങ്ങളാണ് ഞാൻ വായിച്ച പുസ്തകങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ പ്രദീപിൻ്റെ അടുത്തൊരു റിക്വസ്റ്റ് പറയട്ടെ. എനിക്ക് വലിയ ബുദ്ധിയില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. എനിക്ക് വലിയ കട്ടി വാക്കുകൾ ഉപയോഗിക്കില്ല, എനിക്കൊന്നും മനസ്സിലാകത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് സിമ്പിളായിട്ട് വർത്താനം പറഞ്ഞു പോയവരെ. അതായത് ആനി പറയുന്നത് വളരെ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. എന്നെ പോലെ വീട്ടമ്മമാർ ഇഷ്ടം പോലെ ആൾക്കാർ ഇത് കണ്ടു. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആരുമാരെയും തിരിച്ചറിയാതെ ഏകാകൾ ചേർന്നുണ്ടായ ആൾക്കൂട്ടം വരുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ വീട്ടമ്മമാർക്ക്, കേരളത്തിലുള്ള മലയാളികളായ സർവ്വ വീട്ടമ്മമാർക്കും അവരുടെ ജീവിതത്തിലെ ആഹാര ആസ്വാദന രീതികളെക്കുറിച്ച് വളരെ വിശകലനം ചെയ്തുകൊണ്ട് തന്നെ ആനി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആനീസ് കിച്ചണിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ വൈയക്തിക അനുഭവങ്ങളുടെ ആഴക്കങ്ങളിലേക്ക് ആണ്ടുമുങ്ങി ചെക്കുറന്നയിൽ മുത്തുകൾ വാരി സുജയ വേണ്ട. ഇത്ര സിമ്പിൾ ആവണ്ട.
ഒന്നും മനസ്സിലായില്ലല്ലോ അല്ലേ? ഇതിന്റെ ഒക്കെ ഒരു അംശം ഒരു പെർസെന്റേജ് തലയ്ക്കകത്തുണ്ടായാൽ മതിയായിരുന്നു. രക്ഷപ്പെട്ടു. സിമ്പിളായിട്ട് സംസാരിച്ചാലുള്ള നാടൻ ഭാഷയിൽ സംസാരിച്ചാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് എന്നാ എൻ്റെ ആദ്യത്തെ പ്രേമം തകർന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് എന്റെ ആദ്യത്തെ പ്രേമം പ്രേമം തകർന്നത്. അതുകൊണ്ടാണ്. ആനാ പണ്ട് കോളേജിൽ പഠിച്ചു തുടങ്ങിയ സമയത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. വളിച്ചതൊന്നും പറയരുത്, ഇല്ലാത്തവർ ഉണ്ടാക്കി പറയരുത്. നേരത്തെ ബുദ്ധി കിട്ടിയതുപോലെ സത്യമേ പറയാവുള്ളൂ. സത്യം. എന്നാ പറഞ്ഞു. യൂണിവേഴ്സിറ്റി കോളേജിൽ മഹാഗണി മരം ഉണ്ടായിരുന്നു. അതിൽ ഒരു ബൈക്കിൽ ഇങ്ങനെ ചാരി നിന്നിട്ട് മുന്നിൽ പോകുന്ന പെൺകുട്ടികളുടെ തലമുടി, തുളസി, ചന്ദനം, നെറ്റി, പൊട്ട് ഇതൊക്കെ വായി നോക്കിക്കൊണ്ടിരിക്കുന്ന കാലം. ഒച്ചത്തിൽ പറയാം, എല്ലാവരും കേക്കട്ടെ. അത് മാത്രം പതുങ്ങി പറയുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു പെൺകുട്ടിയെ കണ്ടു. വെളുത്ത നിറം, വലിയ കണ്ണുകൾ, ചുരുണ്ട തലമുടി. ഇതുപോലെയൊന്നുമല്ല, അല്ല ചുരുണ്ട തലമുടി. കുടിരാജമുഖി മൃഗരാജ കടി എന്നൊക്കെ കവിതകൾ എഴുതില്ല, അതുപോലത്തെ ഒരു പെൺകുട്ടി. ഭയങ്കര സംഭവമാണ്, കണ്ടാലേ ഭയങ്കര രസം. ഭയങ്കര ആഭിജാത്യമൊക്കെ ഉള്ളൊരു കുട്ടി. ഞാനൊരു ദിവസം രണ്ടും കൽപ്പിച്ച് അവളടുത്ത് നിന്ന് ചിരിച്ചു. അവൾ തിരിച്ചും ചിരിച്ചു. ഒരു മനസ്സിലൊരു തിരയിളക്കം, കോലിളക്കം, ഹാലിളക്കം, വീട്ടിൽ പോയപ്പോൾ 2 ദിവസം വയറിളക്കം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇല്ല, ഇതൊക്കെ കഴിച്ചിട്ടൊന്നുമല്ല, അന്നത്തെ കാര്യമല്ലേ. അത് കഴിഞ്ഞൊരു ദിവസം ഞാൻ അവളോട് രണ്ടും കൽപ്പിച്ച് ചോദിച്ചു, എന്താ പേര്? ആ സമയത്ത് ചിത്രം സിനിമ ഇറങ്ങിയ. അപ്പോൾ ലാലേട്ടൻ ബൈക്കിൽ ലിസിയോട് ചോദിക്കുന്നുണ്ടല്ലോ, ബൈക്കിൽ പോയിട്ട് പേര് ചോദിക്കുന്ന ആ ഒരു രീതിയിലൊക്കെ പോയി നോക്കിയിട്ട് നമ്മളെ കണ്ട കുരകനെ പോലെ ഇരിക്കണം. ഇപ്പോഴും വലിയ മാറ്റമില്ല. എന്നാലും ചോദിച്ചു, എന്താ പേരെന്ന് ചോദിച്ചു. അവൾ തിരിഞ്ഞു ചോദിച്ചു, എൻ്റെ പേര് മ്യാളി, നിൻ്റെ എന്ന് ചോദിച്ചു. സത്യം. അപ്പൊ സിമ്പിളായിട്ട് സംസാരിച്ചുകൊണ്ട് അവളുടെ ഭാഷ സിമ്പിളായി പോയതുകൊണ്ട് പ്രണയനഷ്ടം വന്ന ഒരാളാണ്. എൻ്റെ പേര് മ്യാളി, നിൻ്റെ അപ്പൊ യൂണിവേഴ്സിറ്റി കോളേജിലാ പഠിക്കണേ എന്ന് ചോദിച്ചു. അപ്പോൾ സിമ്പിളായി സംസാരിച്ചതുകൊണ്ട് പ്രണയം നഷ്ടമായി പോയ ഹതഭാഗ്യനാണ് ഞാൻ. ഇവിടെ അങ്ങനത്തെ ഭാഷ വേണ്ട, കുറച്ചൊക്കെ പോകാം. തകർന്ന് ബൈക്കിന്റെ തിരിച്ചു പോയി. ആസ്വദിച്ചതൊക്കെ ഒരു നിമിഷം കൊണ്ട് പൊട്ടിപ്പോയി. കഷ്ടം.